സംഘടനാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. വരണാധികാരി പത്രിക തള്ളിയത് ചട്ടവിരുദ്ധമായെന്നാണ് പരാതി. ഇന്ന് തന്നെ സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചേക്കും. വിവരങ്ങളുമായി അനിൽ ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. അനിൽ, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും സാന്ദ്ര ഈ ഹർജി നൽകുക? എവിടെയായിരിക്കും ഹർജി നൽകുക? ബിനിൽ, അനധികൃത ആസ്ഥാനം ഗുണ്ടകൾ കയ്യേറിയിരിക്കുന്നു. ഗുണ്ടകളുടെ സംരക്ഷണയിലാണ് തനിക്കെതിരെയുള്ള കാര്യങ്ങൾ നടന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് സാന്ദ്ര തോമസ് പറയുന്നത്. അതിനാൽ തന്നെ വരണാധികാരിയുടെ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, ചട്ടവിരുദ്ധമായാണ് കാര്യങ്ങളെല്ലാം തന്നെ നടന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കുന്നത്. ഇന്ന് തന്നെ കോടതിയെ സമീപിക്കും എന്നാണ് അവർ അറിയിക്കുന്നത്. 9 സിനിമകൾ തന്റെ പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസർ അവരുടെ ആളാണ് എന്നത് വ്യക്തമായിട്ടുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. സംഭവത്തെ നിയമപരമായി നേരിടും. പ്രസിഡന്റായി തന്നെ ആർക്കെങ്കിലും മത്സരിച്ച് തോൽപ്പിക്കാൻ കഴിയില്ല. അതിനാലാണ് ഇത്തരത്തിൽ വരണാധികാരിയെ സ്വാധീനിച്ചും വരണാധികാരിയെ മുൻനിർത്തിയും ഇത്തരം വൃത്തികെട്ട കളികൾ കളിക്കുന്നത് എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. അതിനാൽ തന്നെ നിയമപരമായി തന്നെ ഇതിനെ നേരിടാനാണ് അവരുടെ നീക്കം. സംഘടനാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്ന ആവശ്യം ഉന്നയിക്കും ഇവർ ഈ ഹർജിയിൽ. അങ്ങനെ ആദ്യഘട്ടത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെ മാറ്റിവെച്ചുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലാണ് സാന്ദ്ര തോമസ് ഉള്ളത്. അവർ അതിന്റെ ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശമെല്ലാം തേടിയതായാണ് സാന്ദ്ര തോമസ് അറിയിക്കുകയും ചെയ്യുന്നത്. ഇന്ന് തന്നെ കോടതിയെ സമീപിക്കും. അടിയന്തരമായി സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ ഉന്നയിക്കുകയും ചെയ്യും. അതിനോടൊപ്പം ഈ വരണാധികാരിയുടെ തെറ്റായ നടപടിയെ ആയിരിക്കും അവർ കോടതിയിൽ ചോദ്യം ചെയ്യുക. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടു, തനിക്ക് മത്സരിക്കാനുള്ള അവസരം വരണാധികാരി ബോധപൂർവം നിഷേധിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് കോടതിയെ സമീപിക്കുമെന്നുമാണ് ഇപ്പോൾ സാന്ദ്ര തോമസിന് അറിയാൻ കഴിയുന്നത്. ബിനെ.